ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലെ 9 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗം. ഇന്ന് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളാണ്. അവിടുന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ ദൗത്യം നിറവേറ്റി ദൈവപിതാവിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോകുന്നു. യുഗാന്ത്യം വരെ എന്നോളം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം ശിഷ്യസമൂഹത്തിന് നൽകി ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ച് ഈശോ വാനമേഘങ്ങളിലേക്ക് മെല്ലെ മെല്ലെ പറന്ന് ഉയരുകയാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നമ്മൾ ഇന്ന് ആചരിക്കുക. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചു. 40 ദിവസത്തോളം അവരോട് കൂടെ വസിച്ചു. നേരിട്ടും അല്ലാതെയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചു, ബോധ്യപ്പെടുത്തി. ഇപ്പോഴിതാ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നു. അതിനു മുമ്പായി ഒരിക്കൽ കൂടെ പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്വർഗാരോഹണം നമുക്ക് പ്രതീക്ഷയാണ്. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയതുപോലെ എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകാനായി അവൻ ഇനിയും ഒരു വരവ്, അവൻ്റെ മഹത്വപൂർണമായ 2ാമത്തെ ആഗമനമുണ്ടാകും. അന്ന് എനിക്കും നിങ്ങൾക്കും അവനോടൊത്ത് അവൻ്റെ വലതുഭാഗത്ത് അണിചേർന്ന് സ്വർഗത്തിൻ്റെ മക്കളായിട്ട് തീരാൻ, ദൈവപിതാവിൻ്റെ സ്നേഹഭാജനങ്ങളായിട്ട് മാറാൻ, കർത്താവിൻ്റെ സഹോദരരായിട്ട് മാറാൻ നമുക്ക് ദൈവം അവസരമൊരുക്കുകയാണ്. സ്വർഗീയ സഭയുടെ അംഗങ്ങളായിട്ട് നാം തിരഞ്ഞെടുക്കപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം. ആ നിമിഷം നന്മ ചെയ്ത് കടന്നു പോകുന്നവർക്കുള്ളതാണ് എന്ന് ഈശോ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നന്മ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ ക്രിസ്തുനാഥൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ കിരീടം സ്വന്തമാക്കാൻ ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് ആഗ്രഹിക്കാം. ജീവിതത്തിൻ്റെ കടന്നുപോയ വഴികളിൽ വീഴ്ചകളും കുറവുകളുമില്ല എന്ന് ഉറപ്പുവരുത്താൻ, വീണുപോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാതോർത്തിരിക്കാം. കർത്താവെ കാത്തുകൊള്ളണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സ്വർഗാരോഹിതനായ ഈശ്വനാഥ, എൻ്റെ ജീവിത വഴികളിൽ നിൻ്റെ കൃപയുണ്ടാകണമേ എന്ന്, അഭിഷേകമുണ്ടാകണമേ എന്ന്, കാത്തുകൊള്ളണമേ എന്ന് ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് ഉയർത്തപ്പെട്ടതുപോലെ എന്നെയും ഉയർത്തുവാൻ ഓ നല്ല നാഥ അങ്ങ് കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.